ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് ആയിരുന്നു അല്ലേ. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഒരു രണ്ടാമത്തെ സെറ്റാണ് കേട്ടോ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മുമ്പത്തെ ക്ലാസ്സസ് കാണാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റിലാകുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് പോയിട്ട് കാണാൻ പറ്റും. അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് കാണുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഓരോ ക്ലാസ്സും ചെയ്യുന്നത്. റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ കണ്ടെത്തി നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ PDF വെച്ച് ക്ലാസ് എടുക്കാൻ ഇല്ലാത്തത് നമ്മുടെ കയ്യിൽ PDF മെറ്റീരിയൽസ് അത്ര പെർഫെക്റ്റ് ആയിട്ട് അവൈലബിൾ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, തുടർന്ന് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് അതുപോലെ ക്ലാസ് കണ്ടക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാം ഡേറ്റ് അടുത്തില്ലേ, അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ക്ലാസ്സസ് സ്പീഡ് കൂട്ടിയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൺസെപ്റ്റ്സ് ക്ലിയർ ആവുന്നു എന്ന വിശ്വാസത്തിലാണ് നമ്മൾ കൂടുതൽ ചോദ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാംസ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ച് മുമ്പേ, അതായത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞിരുന്നു ഈ ഒരു രീതിയിലുള്ള ചോദ്യം വന്നേക്കാമെന്ന്. അപ്പോൾ അതുതന്നെയാണ് വന്നത്. ഡാഷ് ഈസ് എ നാഷണൽ ബോഡി റെസ്പോൺസിബിൾ ഓഫ് ഓർഗനൈസിങ് പ്രോഗ്രാംസ് ഫോർ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ NCCE, ഓപ്ഷൻ ബി NCCT, ഓപ്ഷൻ സി ബേർഡ്, പിന്നെ ഓപ്ഷൻ ഡി NCERT അല്ലേ. അപ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരിക? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റുമായിട്ടുള്ള നാഷണൽ ലെവൽ ബോഡി റെസ്പോൺസിബിൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്നത് ആരാണ്? NCCT ആണ് അല്ലേ. NCCT ആണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. ഏതുമായി ബന്ധപ്പെട്ടിട്ടുള്ള? ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? NCCT ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ NCCT ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. NCCTയുടെ വർഷം പഠിച്ചു വെക്കണം, NCCTയുടെ കമ്മിറ്റി പഠിച്ചു വെക്കണം. NCCT നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നാണ് അറിയപ്പെടുക. എന്താ അറിയപ്പെടുക? നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഈസ് രജിസ്റ്റേർഡ് ഓട്ടോണമസ് സൊസൈറ്റിയാണ്. രജിസ്റ്റർ ചെയ്യുന്നത് ഓട്ടോണമസ് സൊസൈറ്റിയാണ്. അണ്ടർ ദ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു ഓട്ടോണമസ് സൊസൈറ്റി, സ്വയംഭരണ അധികാരമുള്ള സൊസൈറ്റിയാണ് നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേഷനാണ്. പണ്ട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ കീഴിലായിരുന്നു. അന്ന് മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് പഴയ ബുക്കിൽ അങ്ങനെ കാണുന്നത്. ഇപ്പം മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ. NCCT ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കീഴിലാണ് നിലവിൽ വന്നത്? 5ാം പഞ്ചവത്സര പദ്ധതി, 5th 5-year പ്ലാനിൻ്റെ സമയത്താണ് NCCT ഫോം ചെയ്യുന്നത്. NCCT കമ്മിറ്റി ഫോം ചെയ്യുന്നത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്? MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെയാണ് കേട്ടോ. MS സ്വാമിനാഥൻ കമ്മിറ്റിയാണ് എന്തിനു വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്? ഈ NCCTയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കമ്മിറ്റി സ്വാമിനാഥൻ കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്നാണ് കമ്മിറ്റിയുടെ പേര്. എന്താ കമ്മിറ്റിയുടെ പേര്? കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് റിസർച്ച്. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ട പോയിൻ്റാണ്. പിന്നെ NCCTയുടെ വർഷം ഓർത്തിരിക്കണം. NCCT എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1/7/1976 ഫങ്ഷൻ ചെയ്യുന്നത് 18/7/1976. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂഡൽഹിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. 1/7/1976 മറക്കരുത് കേട്ടോ. 18/7/1976 മറന്നാലും കുഴപ്പമില്ല, പക്ഷെ 1/7/1976 മറക്കാൻ പാടില്ല. ഫസ്റ്റ് ചെയർമാൻ ആരാണ് NCCTയുടെ? DJ കാർവേ ആണ്. ഫസ്റ്റ് ചെയർമാൻ ഓഫ് NCCT DJ കാർവേ, ഫോംഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് MS സ്വാമിനാഥൻ കമ്മിറ്റി. MS സ്വാമിനാഥൻ കമ്മിറ്റിയുടെ വർഷം 1973. MS സ്വാമിനാഥൻ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നറിയപ്പെടുന്നു. അപ്പോയിൻറ്റ് ചെയ്ത ആരാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. NCCTക്ക് 3 ടയർ സ്ട്രക്ചറാണുള്ളത്. NCCTക്ക് എത്ര ടയർ സ്ട്രക്ചറാണുള്ളത്? 3 ടയർ സ്ട്രക്ചറാണുള്ളത് കേട്ടോ. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ NCCTയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയാത്ത പോയിന്റുകളാണ്. ഗവേണിംഗ് കൗൺസിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. ഗവേണിംഗ് കൗൺസിലിൽ എത്ര ആൾക്കാരാണുള്ളത്?
29 മെമ്പേഴ്സാണ്. ഗവേണിംഗ് കൗൺസിലും ഉണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് ഉണ്ട്, ഗവേണിംഗ് കൗൺസിലും ഉണ്ട്, എക്സിക്യൂട്ടീവ് കൗൺസിലും ഉണ്ട്. ഗവേണിംഗ് കൗൺസിൽ 29 മെമ്പേഴ്സാണുള്ളത്. എക്സിക്യൂട്ടീവ് കൗൺസിലിലോ 9 മെമ്പേഴ്സാണുള്ളത്. രണ്ടും ഓർത്ത് വയ്ക്കണം. NCCTയുടെ ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 29, NCCTയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ അംഗങ്ങളുടെ എണ്ണം 9. NCCT 3 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പെക്സ് ലെവലിലുള്ളത് വാംനികോമാണ്. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ലെവലിൽ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഏതൊക്കെയുള്ളത്? RICM റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റും ICM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. കേരളത്തിൽ എത്ര RICMകളുണ്ട് എന്ന ചോദ്യം വന്നാൽ നിങ്ങൾ എന്തുത്തരം എഴുതും? കേരളത്തിൽ RICMകൾ ഇല്ല കേട്ടോ. കേരളത്തിൽ RICMകളില്ല, പക്ഷേ 2 ICMകളുണ്ട്. ഓർത്ത് വയ്ക്കുക, കേരളത്തിൽ RICMകളില്ല, പക്ഷേ 2 ICMകളുണ്ട് എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. പിന്നെ 5 RICMകളാണ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ 14 ICMകളും ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ICM എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. RICM എന്ന് പറഞ്ഞാൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ 2 സ്ഥലത്താണ് കേരളത്തിൽ ICMകളുണ്ട്. കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തും ഉണ്ട്, കണ്ണൂരും ഉണ്ട്. ഓക്കെ, പ്രോപ്പർ സ്ഥലമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ലോവർ ലെവലിലുള്ളത് ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സാണ്. ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സ് 107 എണ്ണം ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? കേരളത്തിൽ അതിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻസ് ആണെങ്കിലും ഇതിൻ്റെ കരിക്കുലം എല്ലാം, അതായത് സബോർഡിനേറ്റ് ട്രെയിനിങ് സെൻറ്റർ എന്നറിയപ്പെടുന്ന കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ ട്രെയിനിങ് സെൻറ്റേഴ്സുകളുടെ കരിക്കുലം എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? NCCT ആണ് കേട്ടോ. ആരാണ്? NCCT ആണ്. ഓക്കെ, ഡയറക്ടർ ജനറൽ ഓഫ് NCCT. ഡയറക്ടർ ജനറൽ ഓഫ് NCCT എന്താണ്? അതായത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. NCUIയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇവിടുത്തെ ഹെഡ് എന്ന് പറയുന്നത്, ഡയറക്ടർ ജനറൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് 3 നോമിനികളാണ് NCCTയിലേക്ക് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, 3 നോമിനികളാണ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവുക. ഫസ്റ്റ് ചെയർമാൻ ആരാണ്? DJ കാർവെയാണ്. അത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ NCCT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോടുകൂടി ആരാണ്? NCUA ആണ് കേട്ടോ. അപ്പോൾ NCCT വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഡാഷ് എന്ന് ചോദിച്ചാൽ എന്തെഴുതണം? NCUI വിത്ത് ദ അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഗവേണിംഗ് കൗൺസിലിൽ 29 ആൾക്കാരുടെ കാര്യം, എക്സിക്യൂട്ടീവ് കൗൺസിലിൽ 9 ആൾക്കാരുടെ കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. 3 ടയർ സിസ്റ്റം ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, സ്ട്രക്ചറൽ കാര്യങ്ങൾ, പിന്നെ കമ്മിറ്റി, വർഷം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാം ഒരുവിധം ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ RICMകളുടെ കാര്യം നിങ്ങൾ ഓർത്തുണ്ടാവും. 5 RICMകളാണുള്ളത്. കേരളത്തിൽ ICMകൾ ഏതൊക്കെയാണ്? പൂജപ്പുര തിരുവനന്തപുരത്തും കണ്ണൂർ പറശ്ശിനിക്കടവിലുമാണുള്ളത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പതുക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്വാമിനാഥൻ കമ്മിറ്റി മറക്കരുത് കേട്ടോ. 1973 വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, കാരണം മറന്നു പോയതെന്നൊക്കെ തന്നെയാണ് ചോദ്യം വരാൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഉറച്ചു പഠിച്ചില്ലെങ്കിൽ നമ്മളിതൊക്കെ കേട്ടതും എഴുതിയതും ഒക്കെ വെറുതെ ആവട്ടോ. അപ്പോൾ നന്നായി പഠിച്ചിട്ട് പൊക്കോളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് സൊസൈറ്റി എന്നാ? ഓപ്ഷനിൽ A പറഞ്ഞിട്ടുള്ളത് 1963 പിന്നെ ഓപ്ഷൻ B പറഞ്ഞിട്ടുള്ളത് 1962 ഓപ്ഷൻ C പറഞ്ഞിട്ടുള്ളത് 1964 ഓപ്ഷൻ D പറഞ്ഞിട്ടുള്ളത് 1966 കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ആൻസറൊക്കെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതൊരു നല്ല മോക്ക് ടെസ്റ്റിൻ്റെ ഫലം ചെയ്യും. അതുകൊണ്ടാണ് ആൻസർ മാർക്ക് ചെയ്ത് ഞാൻ കൊണ്ടുവരാത്തത്. ഓക്കെ, അത് കഴിഞ്ഞാൽ ഏതാ ആൻസർ? 1964 കേട്ടോ ആൻസർ. 1964 നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ കറക്റ്റ് വേയിലാണ്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണ് സംഭവം ചോദിച്ചിട്ടുള്ളത്? കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കേട്ടോ. ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുരഭി അല്ലേ, സുരഭിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഒന്ന് നോക്കാം കേട്ടോ. സുരഭിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുള്ളത് തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഫാക്റ്റ് നമ്മൾ വിടാൻ പാടില്ല. ഓക്കെ,
അപ്പോൾ സുരഭിയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സുരഭിയുടെ ഫുൾ നെയിമാണ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ എന്നത്. ഷോർട്ട് നെയിമാണ് എന്ത് സുരഭി എന്ന് പറഞ്ഞത് അല്ലേ. 15(5) അതായത് റൂൾ 15(5) നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ച്. അപ്പം നമ്മളൊരു കോഡൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ, ഓർമ്മയുണ്ടാവുമോ? പഠിച്ചിട്ടുള്ളവരാണ് അല്ലെ, ക്ലാസ് കണ്ടിട്ടുണ്ടാണെങ്കിൽ ഓർമ്മയുണ്ടാവും അല്ലേ. 15(5) റിലേറ്റഡ് ടു പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയാണ്. പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി റൂൾ 15ൻ്റെ ക്ലാസ് നമ്മൾ വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം. നിങ്ങളുടെ ആ സമയം ഒരിക്കലും വേസ്റ്റ് ആവില്ല എന്ന് ഞാൻ ഉറപ്പ് വരുന്നു. കാരണം അതിലത്തെ ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് റൂൾ 15 ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാം. ഓക്കെ, റൂൾ 15(5) റിലേറ്റ്സ് ടു പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയായി ബന്ധപ്പെട്ടതാണ്. അതിലുള്ളതാണ് ഈ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ്. ഈ ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റിക്ക് 2 ടയർ സിസ്റ്റം ആണ് കേട്ടോ, പ്രത്യേകം പഠിച്ചിരിക്കണം. സുരഭി അപ്പെക്സ് ലെവലിലും പ്രൈമറി ഹാൻഡിക്രാഫ്റ്റ് സൊസൈറ്റീസ് ആണ് പ്രൈമറി ലെവലിലും വരിക. ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സിൻ്റെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് സുരഭി എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വർഷം ചോദിക്കുകയാണെങ്കിൽ 1964 അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 16/9/1964 എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്താണ് 16/9/1964 രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വർഷം. പിന്നെ സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കൂടി കൊടുത്തിട്ടുണ്ട്. അത് ഈ 6 തിരിച്ചിടുക, അപ്പോൾ 9 ആയി. 21/9/1964 വർഷം സെയിം ആണല്ലോ. അപ്പോൾ 9 ഓർത്ത് വയ്ക്കുക കേട്ടോ. 16ഉം 21ഉം ഓർത്ത് വയ്ക്കുക. മറ്റേത് 16/9/1964 ആണ്, മറ്റേത് 21/9 ആണ് കേട്ടോ. അപ്പോൾ രണ്ടും 9 തന്നെയാണ് വരുന്നത് കേട്ടോ. 16/9/1964 21/9/1964. ഈ 16ഉം 9ഉം തമ്മിൽ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്താൽ വയ്ക്കുക, കണക്ട് ചെയ്ത് വയ്ക്കാം. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഏതാണ്? കേരളം മുഴുവനാണ് കേട്ടോ. കേരളം മുഴുവനാണല്ലോ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ. ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്. ചോദിക്കാറുണ്ട് കേട്ടോ, സുരഭിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറിപ്പോയി എഴുതരുത്. എറണാകുളത്ത് തന്നെയാണ് സുരഭി താമസാക്കിയിരിക്കുന്നതെന്ന് ആലോചിക്കുക. സുരഭിയുടെ വീട് എറണാകുളത്താണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഫണ്ട് കൊടുക്കുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കുന്നത് ആരാണ്? നബാർഡാണ് കേട്ടോ. നബാർഡിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ അവരുടെ ഷോറൂമാണെന്ത്? സുരഭി എന്ന് പറഞ്ഞത് അവരുടെ ഷോറൂമിൻ്റെ പേരാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹഡ്കോന്നും ഫണ്ട് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഹഡ്കോന്ന് ഫണ്ട് കിട്ടുന്ന സ്ഥാപനമാണ് ഈ ഒരു ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പിന്നെ ചോദിക്കാറുള്ളതാണ് ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നത് ഹാൻഡിക്രാഫ്റ്റും ഗോൾഡൻ യാൺസ് ഓഫ് ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്നത് കയറുമാണ്. എങ്ങനെ? ഗോൾഡൻ ഇയേഴ്സ് എന്ന് പറയപ്പെടുന്നത് ഹാൻഡിക്രാഫ്റ്റ്, ഗോൾഡൻ ഇയേഴ്സ്. മറ്റേത് യാൺസ് ആണ്. യാൺസ് എന്ന് വെച്ചാൽ കയറ്. ഓക്കെ, കയറ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മൾ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ്സ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ള പോയിന്റുകൾ. ഓക്കെ, അപ്പോൾ ഏകദേശം കിട്ടിക്കാണും. 1964 16/9/1964 എറണാകുളം ആലോചിക്കണം. പിന്നെ 21/9/1964 അത് രണ്ടും ആലോചിക്കണം. ഓക്കെ, 2 ടയർ സ്ട്രക്ചറാണെന്ന് ആലോചിക്കണം. 15(5) പ്രകാരം പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നും ആലോചിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. എന്നാണ്? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. ഞാൻ ഓപ്ഷൻസ് വായിച്ച് കൺഫ്യൂസ് ചെയ്യിക്കണില്ല. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ്സായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഓർത്തിട്ട് പോവാം കേട്ടോ. ഓർത്തിട്ട് പോവാം. പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല കേട്ടോ. ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണ് എന്ത്? ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ. അപ്പോൾ ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് ഡേ ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എവിടെയാണ്? ആരാണ്? ICA ആണ് അല്ലേ. ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് സ്റ്റാർട്ട് ചെയ്തു? 7/7/1923. എവിടെ വെച്ച്? ലണ്ടനിൽ വെച്ച്. 3 ഇമ്പോർട്ടൻ്റ് ആണ്. ICA പഠിക്കണം, 7/7/1923 പഠിക്കണം, ലണ്ടനും പഠിക്കണം കേട്ടോ. 3 ഇമ്പോർട്ടൻ്റ്, 3 പഠിച്ചോളൂ. പിന്നെ കോപ്പറേറ്റീവ് ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് ICA എന്ന് പറഞ്ഞു. പക്ഷേ UNO ഇത് ഏറ്റെടുത്തുമല്ലോ. അത് ഏതാ വർഷം? 1995 ആണ് കേട്ടോ. പഠിക്കണം കേട്ടോ. യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻസ് കോപ്പറേറ്റീവ് ഡേ സ്റ്റാർട്ട് ചെയ്ത വർഷം എന്ന് മുതലാണ് അവരും ഈ ഒരു ഡേ ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്? 1995. അപ്പോൾ ഇതിൻ്റെ തീമുമായി ബന്ധപ്പെട്ട്
ആയിട്ട് ജസ്റ്റ് തീം ഒന്ന് നോക്കിയിട്ട് പോകാം നമുക്ക്. 2023 101ാമത്തെ കോപ്പറേറ്റീവ് ഡേയുടെ തീം എന്തായിരുന്നു? കോപ്പറേറ്റീവ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നായിരുന്നു കേട്ടോ. 2023 101ാമത് കോപ്പറേറ്റീവ് ഡേയുടെ തീം എന്തായിരുന്നു? കോപ്പറേറ്റീവ്സ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നായിരുന്നു. എന്നാൽ 2024 102ാമത്തെ എന്തായിരുന്നു? കോപ്പറേറ്റീവ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ. എന്താ സംഭവം? കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ എന്നാണ്. പിന്നെ 6 ജൂലൈ 2024 അത് കണ്ടക്ട് ചെയ്തത്. ഈ 6 ജൂലൈക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് കേട്ടോ. 3rd ഫൗണ്ടേഷൻ ഡേ ആണ് മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ്റെ. മിനിസ്ട്രി ഓഫ് കോപ്പറേഷൻ തുടങ്ങിയതിൻ്റെ 3rd ഫൗണ്ടേഷൻ ഡേ ആണ് ഈ 6 ജൂലൈ 2024. അപ്പോൾ എന്നാണ് ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത് ചോദിക്കാറുണ്ട് കേട്ടോ. 6 ജൂലൈ 2021 അമിത്ഷാ ഫസ്റ്റ് പ്രസിഡൻ്റാണ്. ഇപ്പോഴും ഫസ്റ്റ് മിനിസ്റ്ററാണ് ഇപ്പോഴും. ആരെന്നെയാണ്? അമിത്ഷാ തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് കോപ്പറേറ്റീവ് മിനിസ്ട്രി തുടങ്ങിയ വർഷം ചോദിച്ചിട്ടുണ്ട്. 2021 ഡേറ്റ് ചിലപ്പോൾ ചോദിച്ചാലോ. 6 ജൂലൈ 2021 കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് ഡേ. വേണമെങ്കിൽ കോപ്പറേറ്റീവ് വീക്കും കൂടി ഓർത്ത് വെച്ചോളൂ. 70ാമത്തെ കോപ്പറേറ്റീവ് വീക്ക്, അതായത് 2023 തീം റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ മേക്കിംഗ് ഇന്ത്യ ആൻഡ് 5 ട്രില്യൺ എക്കണോമി ആൻഡ് SDGs എന്നുള്ളത് 70ാമത്തെ, അതായത് 2023. 2024 അതായത് 71ാമത്തെ റോൾ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ബിൽഡിംഗ് വികസിത് ഭാരത്. എന്താണ്? വികസിത് ഭാരത്. അതാണ് ഇപ്പം, അതായത് കോപ്പറേറ്റീവ് വീക്ക് കേട്ടോ. പുതിയ കോപ്പറേറ്റീവ് വീക്കിൻ്റെ തീം എന്ന് പറഞ്ഞാൽ രണ്ടും ഓർത്ത് വയ്ക്കണം. ഇതൊക്കെ പഠിക്കാതെ നമ്മൾ പരീക്ഷയ്ക്ക് പോയിട്ട് കാര്യമില്ല. ഒക്കെ പഠിച്ചു വയ്ക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ICA ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ഇയർ ഇൻ വിച്ച് എ ഗ്ലോബൽ മാർക്ക് ഫോർ കോപ്പറേറ്റീവ്സ് ബൈ ICA കൂപ്പ് COOP വാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് വർഷമാണ്? 2013 കേട്ടോ. കൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം ഏതാണ്? 2013 കൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ സമയത്ത് ആരായിരുന്നു സെക്രട്ടറി ജനറൽ ആയിട്ടുള്ളത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2013. നമ്മളിതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ICAയുടെ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. ICA ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ ക്ലാസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കാം. ഗ്ലോബൽ മാർക്ക് ലോഗോ ആണ് ICA കൂപ്പ് എന്ന് പറഞ്ഞത്. കോപ്പറേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ICA ഇൻ 2013. ഡെയിം പോൾ ഗ്രീൻ ആണ് ആ സമയത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത് കേട്ടോ. 2013 ആരാണ്? ഡെയിം പോളിൻ ഗ്രീം ആണ് ആ സമയത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത്. കൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജനറൽ അസംബ്ലി. ആ സമയത്ത് ജനറൽ അസംബ്ലി നടന്നത് എവിടെയാണ്? കേപ്പ് ടൗണിൽ വെച്ചിട്ടാണ് കേട്ടോ. കേപ്പ് ടൗൺ ആണ് സ്ഥലപ്പേര് കേപ്പ് ടൗൺ ആണ്. കോപ്പറേറ്റീവ്സിൻ്റെ ബ്രാൻഡിങ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു 2013. കോപ്പറേറ്റീവ് ബ്രാൻഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2013 കേപ്പ് ടൗൺ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ്. ആസ് ഗ്ലോബൽ കോപ്പറേറ്റീവ് മാർക്ക് എന്ന് വെച്ചാൽ MARQUE എന്നാണ് പറയുന്നത് കേട്ടോ. ഗ്ലോബൽ കോപ്പറേറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് കോപ്പറേറ്റീവ് ബ്രാൻഡിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കൂപ്പ് മാത്രമല്ല, കോപ്പറേറ്റീവ് മാർക്കും രണ്ടും സിംബൽസ് ഓഫ് ഗ്ലോബൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആൻഡ് അവർ കളക്റ്റീവ് ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ കൂപ്പും കോപ്പറേറ്റീവ് മാർക്കുമാണ് സിംബൽസ് ഓഫ് ഗ്ലോബൽ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആൻഡ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി എന്ന് പറയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അത് രണ്ടും ഓർത്തിരിക്കണം. കൂപ്പ് മാത്രമല്ല, കോപ്പറേറ്റീവ് മാർക്കും ഉണ്ട്. ഓക്കെ, ഗ്ലോബൽ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി റിലേറ്റ്സ് ടു എന്താണ്? ICA ബന്ധപ്പെട്ടതാണ് ഗ്ലോബൽ കോപ്പറേറ്റീവ് ഐഡൻറ്റിറ്റി എന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് പതുക്കെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസുമായി ബന്ധപ്പെട്ടതായിരുന്നു കേട്ടോ. ആയുർവേദിക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്തത് ക്ലാസിഫിക്കേഷൻ റൂൾ 15 പ്രകാരം ഏതിലാണ് ആയുർവേദിക് കോപ്പറേറ്റീവ്സ് ഉള്ളത്? ഓപ്ഷൻ എ മിസ്സലേനിയസ് ആണോ? ഓപ്ഷൻ ബി പ്രോസസ്സിംഗ് ആണോ? ഓപ്ഷൻ സി പ്രൊഡ്യൂസേഴ്സ് ആണോ? ഓപ്ഷൻ ഡി മാർക്കറ്റിംഗ് ആണോ? ഏതാണ് സംഭവം? പ്രോസസ്സിങ്ങിലാണ് പെടുക കേട്ടോ. പ്രോസസ്സിങ്ങിലാണ്. പ്രോസസ്സിങ്ങിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 2B ആണ് പ്രോസസ്സിങ് വരുന്നത്. അതിൽ 1, 2, 3 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 1 അഗ്രികൾച്ചറൽ പ്രോസസ്സിങ് സൊസൈറ്റീസ് ആണ്, 2 ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ് സൊസൈറ്റീസ് ആണ്, 3 അതർ പ്രോസസ്സിങ് സൊസൈറ്റീസ് ആണ്. ഓക്കെ, ഈ അതർ പ്രോസസ്സിങ് സൊസൈറ്റീസിൽ കൊടുത്ത സംഭവമാണ് എന്ത്? ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ അഗ്രികൾച്ചറൽ പ്രോസസ്സിങ്ങിൽ ഏതാ ഉള്ളത്? അഗ്രികൾച്ചറൽ പ്രോസസ്സിങ്ങിൽ അപ്പെക്സ് ആയിട്ടുള്ളത് നമ്മുടെ കേരാഫെഡ്, പിന്നെ താഴെ പ്രൈമറി ഉണ്ട്. ഇവിടെ ഉത്തരം പ്രോസസ്സിംഗ് ആണ്. ഇവിടെ ഉത്തരം എന്താണ്? പ്രോസസ്സിംഗ് ആണ്. മറക്കരുത് കേട്ടോ. ഓക്കെ,
അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് ഒന്ന് നോക്കിയിട്ട് പോകാം. അഗ്രികൾച്ചർ പ്രോസസ്സിങ്ങിൽ കേര കർഷക സഹകരണ ഫെഡറേഷൻ എന്ന് പറയപ്പെടുന്ന KRFED അപ്പെക്സ് ലെവലിൽ ഇങ്ങനെ നിൽക്കണു. താഴെ പ്രൈമറിയിൽ കുറച്ച് ചെറിയ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുന്ന ഷുഗർ ഫാക്ടറീസ്, ടീ ഫാക്ടറീസ്, പിന്നെ അതുപോലെ തന്നെ ടാപ്പിയോക്ക പ്രോസസ്സിംഗ് യൂണിറ്റ്സ്, ഓയിൽ ക്രഷിംഗ്, പാഡി ഹള്ളിങ്, കോഫി ക്യൂറിങ്, ഇവരൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിൽ കിടക്കുമ്പോൾ അവിടെ അപ്പെക്സ് ലെവലിൽ ആരൊക്കെയാണ് നിൽക്കുന്നത്? 3 വലിയ സ്ഥാപനങ്ങളാണ് നിൽക്കുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ടെക്സ്ഫെഡ്, പിന്നെ ക്യാപെക്സ് കാഷ്യൂവിൻ്റെ, പിന്നെ അതുപോലെ തന്നെ സെറികൾച്ചറിൻ്റെ. ഇവർ 3 അപ്പെക്സ് ലെവലിലാണ്. അവർക്കും പ്രൈമറി ആയിട്ട് താഴെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് ഉണ്ട്, ടാനർ സൊസൈറ്റീസ് ഉണ്ട്, ഫിഷ് ക്യൂറിങ്, പ്രൈമറി കാഷ്യൂ വർക്കേഴ്സ്, പ്രൈമറി സെറികൾച്ചർ വർക്കേഴ്സ്, അത് പറഞ്ഞിട്ട് കുറച്ച് പ്രൈമറീസ് ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതർ പ്രോസസ്സിങ് വരുന്നത്. അതർ പ്രോസസ്സിങ്ങിലാണ് എന്ത് വരുന്നത്? ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നത്. ആ ഘടന നന്നായി പഠിക്കണം, അതിൻ്റെ ടയറുകളും പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നെയിം ദ ഓതർ ഓഫ് ദ ബുക്ക് കോപ്പറേഷൻ ഹോം ആൻഡ് അബ്രോഡ്. കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് അബ്രോഡ് ആരുടെ ബുക്കാ? CR ഫേ ആണോ, KP ഭട്നാഗർ ആണോ, JP വാർബേസ് ആണോ, VL മെഹത്തയാണോ? ആരുടെ ബുക്കാണ്? CR ഫേയുടെ ബുക്കാണ് കേട്ടോ. CR ഫേയുടെ ബുക്കാണ് കോപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് എബ്രോഡ്. ഹോമാണ്, ഹോം കേട്ടോ. ഹോമുമായി കണക്ട് ചെയ്യപ്പെട്ട ഫേ, CR ഫേ. ആ ഫേ എന്നുള്ള വാക്ക് നിങ്ങൾ ഹോമുമായിട്ടോ എബ്രോഡായിട്ടോ ഒക്കെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. നമ്മൾ നമ്മുടെ കോഡ് പറഞ്ഞു തരുമ്പോൾ ചിലപ്പോൾ അത് ചിലവർക്ക് ദഹിച്ചോളണമെന്നില്ല. നമ്മൾ ചിലപ്പോൾ ലോക്കലായി തോന്നും. നമുക്ക് ഇഷ്ടപ്പെട്ട കോഡുകൾ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ചില ആൾക്കാർ ചില കോഡ് പറയുമ്പോൾ തമാശയായിട്ട് തോന്നാല്ലേ. ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളാവുമല്ലോ നമുക്ക് ഇഷ്ടപ്പെടുക. അപ്പോൾ അത് ചിലപ്പോൾ മോശമായിട്ട് തോന്നാം. അതുകൊണ്ട് നമ്മൾ കോഡുകളെ കുറിച്ച് പറയണില്ല. ഇഷ്ടം പോലെ കോഡുകൾ വെച്ച് കണക്ട് ചെയ്ത് ബുക്സൊക്കെ പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെക്കുക, അല്ലാതെ ഇതെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിൻസിപ്പിൾ ഓഫ് 1 man 1 vote വാസ് സജസ്റ്റഡ് ബൈ. അത് എല്ലാവർക്കും അറിയണത് തന്നെയാണ്. ഏത് കമ്മിറ്റിയാണെന്ന് നമുക്കറിയാം. മക്ലഗൻ കമ്മിറ്റിയാണ് എന്ത് 1 man 1 vote എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ടല്ലേ. അപ്പോൾ നമ്മുടെ മക്ലഗൻ കമ്മിറ്റീനെ കുറിച്ച് നമ്മൾ പഠിക്കാതെ പോകാൻ കോർപ്പറേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പറ്റില്ല. ഫസ്റ്റ് കമ്മിറ്റിയാണ്, പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് മക്ലഗൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട കുറച്ച് ഇതുണ്ടല്ലോ, പ്രധാനപ്പെട്ട കുറച്ച് റെക്കമെൻഡേഷൻസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്ന് നോക്കിയിട്ട് പോകാം കേട്ടോ. മക്ലഗൻ കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? മക്ലഗൻ കമ്മിറ്റിയാണ് കേട്ടോ. ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാണ്? മക്ലഗൻ കമ്മിറ്റിയാണ്. മക്ലഗൻ കമ്മിറ്റി ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഹെഡ് ചെയ്യുന്നത് ആരാണ്? എഡ്വേർഡ് മക്ലഗൻ ആണ്. അപ്പോയിൻറ്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. 1914 അപ്പോയിൻറ്റ് ചെയ്യുകയും 1915 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. ഏത് ഉറക്കത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് പറയാൻ കിട്ടണം. EW ബാങ്കാണ് അതിൻ്റെ മക്ലഗൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 1914 കിട്ടി, 15 കിട്ടി, മക്ലഗനെ കിട്ടി, ബാങ്കിനും കിട്ടി. ഓക്കെ, പിന്നെ പേരെന്തായിരുന്നു? ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ കേട്ടോ. ലാക്ക് ഓഫ് നോളജ് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്നത് ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഒരുപാട് റെക്കമെൻഡേഷൻസ് ഉണ്ട് പ്രധാനപ്പെട്ട. 1 man 1 vote, ഫോർമേഷൻ ഓഫ് പിന്നെ പ്രൊവിൻഷണൽ അപ്പെക്സ് ബാങ്ക്, പിന്നെ ലോൺ ടു മെമ്പേഴ്സ് ഓൺ പ്രൊഡക്റ്റീവ് പർപ്പസസ് ഓൺലി. പിന്നെ പ്രൊഡക്റ്റീവ് പർപ്പസസ് കൊടുത്താൽ പോരാ, വാച്ച് ചെയ്യണം ആ ലോണിന് കേട്ടോ. അതിനെന്ത് സംഭവിക്കണോ എന്ന് വാച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻസ്പെക്ഷനും ഓഡിറ്റും കമ്പൽസറി ആണെന്ന് പറയുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ്സ് പിരിക്കണം എന്ന് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റിന് ഹോണറേറിയം കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. മിക്സഡ് ബാങ്ക് എന്ന സങ്കല്പത്തെക്കുറിച്ചൊക്കെ റെക്കമെൻഡേഷൻ നടത്തുന്നുണ്ട്. 1 man 1 vote, അതുപോലെ തന്നെ 1 society 1 village, പ്രവിശ്യ ബാങ്കുകളെ കുറിച്ച്, പ്രൊവിൻഷണൽ ബാങ്കുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് UCBസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് സെൻട്രൽ ലാൻഡ് മോർട്ടഗേജ് ബാങ്ക് മക്ലഗൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ്. 3 ടയർ സിസ്റ്റം ഓഫ് ക്രെഡിറ്റിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞു. പവർ ഓഫ് RCS ഇൻക്രീസ് ചെയ്തു. അപ്പെക്സ്, സെൻട്രൽ, UCB ഇങ്ങനെയൊക്കെ തരംതിരിക്കണമെന്ന് പറഞ്ഞു. ലാക്ക് ഓഫ് ട്രെയിനിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ. എംഫസിസ് ഓൺ മോറൽ സൈഡ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. അപ്പെക്സ് സൊസൈറ്റി നാഷണൽ ലെവലിൽ വേണം. ഓക്കെ,
അപ്പെക്സ്, സെൻട്രൽ, അങ്ങനെ വ്യക്തമായി തരംതിരിക്കണം എന്ന് പറഞ്ഞു. 3 ടയർ സിസ്റ്റം ഓഫ് ക്രെഡിറ്റ് വേണം എന്ന് പറഞ്ഞു. ലോൺസ് ഷുഡ് ബി ഇഷ്യൂഡ് ടു മെമ്പേഴ്സിന് മാത്രം മതി, അതും ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ് ഓൺലി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊവിൻഷ്യണൽ ബാങ്ക് എന്ന് പറഞ്ഞ പ്രവിശ്യ ബാങ്കുകൾ എന്ന സങ്കല്പം ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ആരാണ്? മക്ലഗനാണ് കേട്ടോ. അപ്പോൾ മക്ലഗനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് നമ്മളിവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് മക്ലഗനൊക്കെ നിങ്ങൾക്ക് അറിയണതാണല്ലോ, ഞാൻ ഈ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെരിയാർ മിക്സ്ചർ ആണ്. പെരിയാർ മിക്സ്ചർ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ്, എന്തിൻ്റെ ബ്രാൻഡ് നെയിമാണ് പെരിയാർ മിക്സ്ചർ? പെരിയാർ മിക്സ്ചർ ശരിക്കും പ്രോഡക്റ്റ് ആണ് കേട്ടോ. കേര ഫെഡിൻ്റെ ആണോ, റബ്ബർ മാർക്കാണോ, മാർക്കറ്റ് ഫെഡ് ആണോ, റെപ്കോ ആണോ? ആരുടെയാണ് പെരിയാർ മിക്സ്ചർ? റബ്ബർ മാർക്കാണ് കേട്ടോ. റബ്ബർ മാർക്കിൻ്റെയാണ് എന്ത്? പെരിയാർ മിക്സ്ചർ ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്നാണ് ഇതിൽ ബ്രാൻഡ് നെയിം ഓഫ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. പ്രോഡക്റ്റ് ആണ് കേട്ടോ റബ്ബർ മാർക്കിൻ്റെ പെരിയാർ മിക്സ്ചർ. ഭാരത് ജൈവ, കുറേ പ്രോഡക്ട്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് റബ്ബർ മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർഷമൊക്കെ ഒന്ന് നമുക്ക് നോക്കി വയ്ക്കാം. കാരണം വർഷം ചിലപ്പോൾ ചോദിച്ചാലോ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ആവും ചിലപ്പോൾ ചോദിക്കുക. നിങ്ങൾക്കൊക്കെ വർഷം പഠിക്കാൻ ചിലപ്പോൾ ചില കുട്ടികൾക്ക് നല്ല കഴിവാണ് വർഷം പഠിച്ചു വയ്ക്കാൻ. എനിക്ക് വർഷം പഠിച്ചു വയ്ക്കാൻ അത്ര വലിയ കഴിവൊന്നുമില്ല കേട്ടോ. ഞാൻ പഠിച്ച വർഷങ്ങളൊക്കെ എനിക്ക് തലതിരിഞ്ഞു പോകും. അതിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കണം, എന്നാലേക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, നിങ്ങൾ പാട്ടും പാടി പഠിച്ചോ, വേറെ മാർഗ്ഗമില്ല. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് റബ്ബർ മാർക്ക് എന്നറിയപ്പെടുന്നത്. എന്താണ്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് റബ്ബർ മാർക്ക് എന്നറിയപ്പെടുന്നത്. 2 ടയർ സ്ട്രക്ചറാണ് ഇതിനുള്ളത്. എന്നാൽ 1971 കേട്ടോ. റബ്ബർ മാർക്ക് എന്ന് പറയുമ്പോൾ 71 മനസ്സിലേക്ക് ഓടി ഇങ്ങനെ വരണം. സ്റ്റാർട്ടഡ് ഫങ്ഷൻ ചെയ്യുന്നത് 30/4/1971 രജിസ്റ്റർ ചെയ്യുന്നത് 16/3/1971. ഏതെങ്കിലും ഒരു ഡേറ്റ് നന്നായി പഠിച്ചു വയ്ക്കുക കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്, ഗാന്ധിനഗറിലാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? കേരളത്തിൽ തന്നെയാണ് കേട്ടോ ഫുള്ള്. ഓക്കെ, റബ്ബർ മാർക്ക് ഇതിന് അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. പ്രൈമറി റബ്ബർ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അവരുടെ അണ്ടറിലുള്ളത്. ഓക്കെ, ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഗൈഡൻസോട് കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇതൊരു സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് ഫെഡറേഷൻ ആണ്. അപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണെന്ന് നോക്കാം അല്ലേ. റബ്ബർ ബോർഡിന് വേൾഡ് ബാങ്കും നബാർഡും ഒക്കെ ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ കോട്ടയത്ത് ഒരു റബ്ബർ ഫാക്ടറി, പുതുതായിട്ടൊരു ക്രംബിൻ്റെ റബ്ബർ ഫാക്ടറി ഒക്കെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ റബ്ബർ മാർക്കിൻ്റെ സൈറ്റ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുക കേട്ടോ. സംശയങ്ങൾ വരുമ്പോൾ അങ്ങനെ ചെയ്യാം. പ്രോഡക്റ്റ് നെയിം ഭാരത് ജൈവ ഗോൾഡ്, കേരള ജൈവ, കർഷക ജൈവ, പെരിയാർ മിക്സ്ചർ ഫെർട്ടിലൈസറാണ്, വളമാണ് ഈ പെരിയാർ മിക്സ്ചർ. പിന്നെ റുബെക് എന്ന് പറഞ്ഞ ബലൂൺസ് ഉണ്ട്. മലേഷ്യയായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ടാണ് അവർ റുബെക് ബലൂൺസ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഫാക്റ്റുകൾ വേണമെങ്കിൽ നിങ്ങൾ അവിടെ പോയി തപ്പും. റബ്ബർ മാർക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ പോയി തപ്പുക. എന്തെങ്കിലും പിന്നെ നമ്മൾ ഒരുപാട് തപ്പി പഠിക്കുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പഠിക്കാൻ മറന്നു പോകരുത്. ആദ്യം ബേസിക് ഫാക്ട്സ് നല്ല പോലെ ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കൂടുതൽ വിവരങ്ങളിലേക്ക് പോവുക. സത്യം പറഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ തന്നെ ചോദിക്കുള്ളൂ. നമ്മൾ റിവൈസ് ചെയ്യാത്ത കാരണമാണ് നമുക്ക് ഉൾട്ടയാവണം കേട്ടോ. പക്ഷേ അപ്പോൾ നമ്മൾ സൈറ്റുകളിൽ തപ്പി ഒരുപാട് സമയം വേസ്റ്റ് ആക്കരുത്. പഠിക്കാനുള്ളത് നമ്മൾ ഉറച്ച് പഠിക്കുക. എവിടെ നിന്ന് കിട്ടുന്നുവോ അവിടെ നിന്ന് പഠിക്കുക. പെരിയാർ മിക്സ്ചർ റബ്ബർ മാർക്കാണ്. 1971 റബ്ബർ മാർക്കാണ്. പിന്നെ റബ്ബർ മാർക്കുമായി ബന്ധപ്പെട്ടത് പെരിയാർ മിക്സ്ചർ, ഭാരത് ജൈവ, കേരള ജൈവ, കർഷക ജൈവ, പെരിയാർ, റബ്ബർ ബലൂണിൻ്റെ റുബെക് എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കണം കേട്ടോ, എറണാകുളത്തെ ഗാന്ധിനഗറിലാണെന്ന് ഓർക്കണം. 2 ടയർ സ്ട്രക്ചറാണ് റബ്ബർ മാർക്കിനുള്ളത് എന്നും നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പതുക്കെ പോവുകയാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് കെപ്റ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണെന്നാണ്. ആരാണ് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്? കേരള ബാങ്ക് ആണ് കേട്ടോ. കേരള ബാങ്ക് ആണ് കെപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്ത് നോക്കാം? കേരള ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ആ ഒരു 42 മുതലുള്ളത് സ്റ്റേറ്റ് എയ്ഡ് തുടങ്ങുകയാണ് കേട്ടോ. 42 മുതൽ സ്റ്റേറ്റ് എയ്ഡ് തുടങ്ങുകയാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 44 കേട്ടോ. PSPF-മായി ബന്ധപ്പെട്ടിട്ടുള്ള 42 മുതൽ ആ ചാപ്റ്റർ തുടങ്ങുകയാണ്. ചാപ്റ്റർ 6 പറയണത് കേട്ടോ. ചാപ്റ്റർ 6 നമ്മൾ എടുത്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ഓർമ്മയില്ല, ഉണ്ട് തോന്നുന്നു. നോക്കി നോക്കോട്ടാ. ചാപ്റ്റർ 6 വിശദമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം.
ഓക്കെ. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 44, അതുപോലെ തന്നെ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് സെക്ഷൻ 45 നമ്മൾ വിശദമായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. ചാപ്റ്റർ 6 പഠിക്കണം. ചാപ്റ്റർ 6 പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഇതൊന്നും മാർക്ക് പോവില്ല. സെക്ഷൻ 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് ഇൻ സൊസൈറ്റീസ്. സെക്ഷൻ 43 ഇപ്പോൾ SPF ആര് സൂക്ഷിക്കുന്നതാണ്? കേരള ബാങ്ക് സൂക്ഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദമായ ക്ലാസ് നമുക്ക് അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാത്തത്. 42 ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, 43 PSPF അതായത് പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, 46 എന്താ? അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്, 47 എന്താ? ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൻ ഷെയർസ്, 48 റെസ്ട്രിക്ഷൻ ഓൺ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്, 49 എന്താ? ഇൻഡെംനിറ്റി ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ്, 50 ഡിസ്പോസൽ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിവിഡൻഡ്, 51 ഡിസ്പോസൽ ഓഫ് PSPF ആൻഡ് SSPF ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി, 52 എഗ്രിമെൻറ്റ് ബൈ ഗവൺമെൻറ് ആൻഡ് അപ്പെക്സ് സൊസൈറ്റി, 53 എന്താ? അതർ ഫോംസ് ഓഫ് സ്റ്റേറ്റ് എയ്ഡ്സ് ടു കോപ്പറേറ്റീവ്സ്, 54 പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 43 മുതൽ 52 വരെ ഓവർ റൈഡ് ചെയ്യുന്നുണ്ട് അതർ ലോസ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്തായി? ഈ ഏകദേശം ചാപ്റ്റർ 6 ആയിട്ടോ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ച് വെക്കുക. അതൊന്ന് ചോദ്യങ്ങൾ എന്തായാലും ചോദിക്കും. കിസാൻ സേവാ ഫണ്ട് ആര് ഫോം ചെയ്യുന്നതാണ്? ഫാർമേഴ്സിൻ്റെ ബെനഫിറ്റിനു വേണ്ടിയിട്ട് ആര് ഫോം ചെയ്യുന്നതാണ് കിസാൻ സേവാ ഫണ്ട് എന്ന് പറഞ്ഞത്? ഇഫ്കോ ആണ്. ഇഫ്കോ ആണ് കിസാൻ സേവാ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾ. ഓക്കെ. അപ്പോൾ ഇഫ്കോയുടെ വർഷം ഓർമ്മ വന്നോ? ഇഫ്കോയുടെ വർഷം ഓർത്തെടുക്കുന്നവരാരൊക്കെയുണ്ട്? ഇഫ്കോനെ ഓർക്കുക, ഇഫ്കോയുടെ വർഷം ഓർക്കുക. കിട്ടിയെന്ന് വിചാരിക്കണോ? 1967. ഓക്കെ. ഇഫ്കോയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഇഫ്കോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 3/11/1967. രജിസ്റ്റർ ചെയ്യുന്നത് മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം. ഇപ്പം പറയുകയാണെങ്കിൽ 2002 പ്രകാരം, അന്ന് 1942 പ്രകാരമാണ്. നൗ ഫങ്ഷനിങ് എന്ന് പറയുമ്പോഴാണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ്. വോളി ഓൺഡ് ബൈ ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് ഈസ് റിലേറ്റഡ് ടു ഇഫ്കോ എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇഫ്കോ ന്യൂസ് അവരുടെ ജേണലാണ്. ഇഫ്കോ ആരാണ്? ബിഗ്ഗസ്റ്റ് കോപ്പറേറ്റീവിലെ ഏറ്റവും കൂടുതൽ GDP പെർ ക്യാപിറ്റ കൊടുക്കുന്ന കമ്പനിയാണ്. വലിയൊരു മാനുഫാക്ചർ ഓഫ് ഫെർട്ടിലൈസർ കമ്പനിയാണ് അല്ലേ. ബിഗ്ഗസ്റ്റ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് യൂറിയ ഇൻ ദ വേൾഡ്. വേൾഡിലെ ഫസ്റ്റ് നാനോ യൂറിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഇഫ്കോ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇഫ്കോ ആയിട്ട് ബന്ധപ്പെട്ട് വർഷമെങ്കിലും നിങ്ങൾ വ്യക്തമായി ഓർത്തിരിക്കുക. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് പഠിച്ചോളൂ കേട്ടോ. നമുക്ക് ഗുണം ചെയ്യും. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇഫ്കോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഏകദേശം കംപ്ലീറ്റ് ആയി. 80 എണ്ണം ആയല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും ഉൾപ്പെടുത്തണമല്ലോ കേട്ടോ. ഇനിയും കൂടുതൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ സമയം ഒരുപാട് വലുതാവും വീഡിയോ കേട്ടോ. അപ്ലോഡ് ചെയ്യാനും ഡിഫിക്കൽട്ടാണ്, നിങ്ങൾക്ക് കാണാനും ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത സൂപ്പർ 10 ചോദ്യങ്ങൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ആയിട്ട് വരും കേട്ടോ. ഓക്കെ. താങ്ക് യു. ബൈ.